എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു എന്താണ് testng.xml ഫയൽ എന്നും testng.xml ഫയലിന്റെ യൂസസും testng.xml ഫയൽ എങ്ങനെ Eclipse IDEയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന Maven പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യും എന്നുള്ളത് നോക്കാൻ പോകുന്നു. ആദ്യമേ നമുക്ക് testng.xml ഫയലിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. It's a configuration file provided by testng that helps in organizing your test execution. അതായത് testng പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺഫിഗറേഷൻ ഫയലാണ് testng.xml ഫയൽ. ഈ ഫയൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് കേസസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് testng.xml ഫയൽ യൂസസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ക്രിയേറ്റിംഗ് ടെസ്റ്റ് യൂസിങ് പാക്കേജസ്, ക്ലാസസ്, മെത്തേഡ്സ്. അതായത് നമ്മൾ എഴുതിയേക്കുന്ന ടെസ്റ്റ് കേസസ് പാക്കേജ് ലെവലിലോ ക്ലാസസ് ലെവലിലോ അല്ലെങ്കിൽ മെത്തേഡ്സ് ആയിട്ടോ എഴുതിയിരിക്കുന്ന ടെസ്റ്റ് കേസസ് നമുക്ക് testng.xml ഫയൽ മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പാരലൽ എക്സിക്യൂഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. testng.xml ഫയൽ യൂസ് ചെയ്തുകൊണ്ടാണ് പാരലൽ എക്സിക്യൂഷന് അച്ചീവ് ചെയ്യുന്നത്. പാരലൽ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ വാല്യൂ മെൻഷൻ ചെയ്യും. ആ വാല്യൂ വെച്ചായിരിക്കും testng.xml ഫയൽ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് കേസ് ബ്രൗസേഴ്സിൽ അറ്റ് എ ടൈം പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസ് സെയിം ബ്രൗസറിൽ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസ് അറ്റ് എ ടൈം ഡിഫറെന്റ് ബ്രൗസേഴ്സിലും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ടെസ്റ്റ് കേസസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആൻഡ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. അതായത് നമുക്ക് ടെസ്റ്റ് കേസസ് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റി testng പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന ടെസ്റ്റ് കേസസ് testng.xml ഫയലും ഗ്രൂപ്പ് അനുസരിച്ച് മെൻഷൻ ചെയ്യുകയും അതനുസരിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഗ്രൂപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ടെസ്റ്റ് കേസ് സ്മോക്ക് ടെസ്റ്റ് കേസസ് അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റ് കേസ് അല്ലെങ്കിൽ സാനിറ്റി ടെസ്റ്റ് കേസ് എന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം ആ ഗ്രൂപ്പിംഗ് അനുസരിച്ച് നമുക്ക് ആ ഗ്രൂപ്പ് നമ്മുടെ testng.xml ഫയലിനകത്ത് മെൻഷൻ ചെയ്യാം. അതനുസരിച്ച് ആ ഗ്രൂപ്പിലെ ടെസ്റ്റ് കേസ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. സപ്പോർട്ട് testng ലിസണേഴ്സ് വിച്ച് ക്യാൻ ക്രിയേറ്റ് ലോഗ്സ്. testng ലിസണേഴ്സ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ലിസണേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗ്സും മറ്റു പല ഫംഗ്ഷനാലിറ്റീസും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്ന it supports the parameterization of test cases using parameters annotations. അതായത് testng.xml ഫയലിനകത്ത് പാരാമീറ്റർ എന്നൊരു ടാഗ് ഉണ്ട്. ആ ടാഗിനകത്ത് നമുക്ക് വാല്യൂസ് മെൻഷൻ ചെയ്യാൻ പറ്റും. ആ വാല്യൂസ് നമുക്ക് ടെസ്റ്റ് മെത്തേഡ്സിനകത്ത് @parameter എന്നുള്ള അനോട്ടേഷൻ യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സിക്സ്ത് പോയിന്റ് പറയുന്നത് മൾട്ടിപ്പിൾ testng.xml ഫയൽസ് വിത്ത് ഡിഫറെന്റ് നെയിംസ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് ടെസ്റ്റ് കോൺഫിഗറേഷൻ. അതായത് നമുക്ക് പ്രൊജക്റ്റിൽ മൾട്ടിപ്പിൾ testng.xml ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെന്റ് നെയിംസ് യൂസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം നമുക്ക് ഡിഫറെന്റ് testng.xml ഫയൽസിനകത്ത് ഡിഫറെന്റ് ടെസ്റ്റ് കോൺഫിഗറേഷൻ മെൻഷൻ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ടെസ്റ്റ് കോൺഫിഗറേഷൻ വെച്ചുള്ള ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് Eclipse IDEയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന Maven പ്രൊജക്റ്റിലേക്ക് testng.xml ഫയൽ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ പ്രൊജക്റ്റിനകത്ത് testng.xml എന്നൊരു ഫയൽ ഇല്ല. പക്ഷേ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ form.xml എന്ന ഫയലിന്റെ അണ്ടറിലായിട്ട് ഒരു testng.xml ഫയൽ ക്രിയേറ്റ് ചെയ്ത് വരും. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സെലീൻ ടെസ്റ്റിംഗ് ഉള്ള പ്രൊജക്റ്റ് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ testng ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹോവർ ചെയ്ത് കഴിയുമ്പോൾ കൺവേർട്ട് ടു testng ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തന്നെ ജനറേറ്റ് testng.xml എന്നൊരു പോപ്പപ്പ് വരും. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന ടെസ്റ്റ് കേസസിന്റെ ക്ലാസസ് തന്നെ മെൻഷൻ ചെയ്ത് വരും. ഈ ക്ലാസസ് മെൻഷൻ ചെയ്യാതെ ഫുൾ പാക്കേജ് ആയിട്ട്, അതായത് SRC ടെസ്റ്റ് ആവയ്ക്കകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് com.testng concepts എന്ന പാക്കേജിനകത്താണ് ഈ ക്ലാസസ് മൊത്തം എഴുതിയിരിക്കുന്നത്. അതായത് ഈ ക്ലാസസ് സെപ്പറേറ്റ് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗണിനകത്ത് ക്ലാസസ് മാറ്റി പാക്കേജസ് ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ പാക്കേജിലുള്ള എല്ലാ ടെസ്റ്റ് കേസസും ക്ലാസസും റൺ ആയിക്കോളും. പക്ഷെ ഇങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ കുറവായിരിക്കും. കാരണം ആ പാക്കേജിലെ എല്ലാ ക്ലാസ് ഫയൽസും റൺ ആവും. നമുക്ക് പക്ഷേ സെപ്പറേറ്റ് ക്ലാസ് ഫയൽസ് നമുക്ക് ചില ക്ലാസ് ഫയൽസ് റൺ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും, ചിലത് റൺ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കമന്റ് ഔട്ട് ചെയ്യാനോ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പാക്കേജസ് മെൻഷൻ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അപ്പൊ ബെറ്റർ ഓപ്ഷൻ ക്ലാസസ് ആണ്. പാക്കേജസ് വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലാസസ് ഉള്ള ഓപ്ഷനിലേക്ക് തിരിച്ചാക്കി അതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
ഇപ്പം നിങ്ങൾക്ക് കാണാം pom.xml താഴെയായിട്ട് testng.xml ഫയൽ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് testng.xml ഫയലിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. കുറെ ടാഗ്സ് ആണ് ഈ ഒരു ഫയലിനകത്തുള്ളത്. സ്യൂട്ട് എന്നൊരു ടാഗ് ഉണ്ട്, ടെസ്റ്റ് എന്നൊരു ടാഗ് ഉണ്ട്, ക്ലാസ്സസ് എന്നൊരു ടാഗ് ഉണ്ട്. അതിനുശേഷം അതിന്റെ ക്ലോസിംഗ് ടാഗ്സ് ഉണ്ട്, ഓപ്പണിംഗ് ടാഗ്സും ഉണ്ട്, ക്ലോസിംഗ് ടാഗ്സും ഉണ്ട്. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫയൽ റൺ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഫയൽ മാത്രം റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ക്ലാസ് മാത്രം ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ഔട്ട് ചെയ്യുകയോ ചെയ്യാം. കമന്റ് ഔട്ട് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ട് ഞാൻ 10th ലൈനിലുള്ള ക്ലാസ് മാത്രമാണ് ഞാൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൺ ചെയ്യാൻ വേണ്ടി ബാക്കി ക്ലാസ്സസ് ഞാൻ കമന്റ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ആ 4 ക്ലാസ്സും കമന്റ് ചെയ്യാൻ വേണ്ടി അത് 4 സെലക്ട് ചെയ്തതിനു ശേഷം സോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് Eclipse IDE, അതേ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് ബ്ലോക്ക് കമന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ക്ലാസ്സസ് കമന്റ് ആയിക്കോളും. ഇനി ഫയൽ സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ testng.xml എന്ന ഫയൽ റൺ ചെയ്യാം. ഇനി റൺ ചെയ്യുമ്പോൾ റണ്ണസ് testng സ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. റണ്ണസ് സ്യൂട്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ആണ് റൺ ചെയ്യുന്നത്. അതാണ് testng.xml മെയിൻ അഡ്വാൻറ്റേജസ്. നമ്മൾ നോർമലി ഒരു ക്ലാസ്സിലെ ഫയൽസ് മാത്രമായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ്സസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ testng.xml ഫയൽ ഉണ്ടെങ്കിൽ ടെസ്റ്റ് കേസസ് മൾട്ടിപ്പിൾ ക്ലാസ്സസിലെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ തൽക്കാലം ഒരു ക്ലാസ്സിലെ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സാമ്പിൾ ടെസ്റ്റ് എന്നുള്ള ഈ ക്ലാസ് ആണ്. pom.testng കൺസെപ്റ്റ് എന്നുള്ള ആ പാക്കേജിനകത്തെ ആ പർട്ടിക്കുലർ ക്ലാസ് ഫയലാണ് റൺ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ ക്ലാസ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ ക്ലാസ് ഫയൽ. ഇത് ജസ്റ്റ് ബിഫോർ മെത്തേഡിന്റെയും ബിഫോർ ടെസ്റ്റിന്റെ ആഫ്റ്റർ മെത്തേഡിന്റെ ആഫ്റ്റർ ടെസ്റ്റിന്റെ ഒക്കെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലാസ് ഫയലാണ്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഈ testng.xml ഫയൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫയല് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിനുശേഷം റണ്ണസ് testng സ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. നമ്മൾ ക്ലാസ് ഫയൽ എങ്ങനെയാണോ റൺ ചെയ്ത് ആ റൺ ചെയ്തപ്പോൾ വന്ന അതേ റിസൾട്ട് തന്നെയാണ് കൺസോളിലും വന്നിരിക്കുന്നത് സ്യൂട്ടായിട്ട് റൺ ചെയ്തപ്പോൾ. അപ്പോൾ ആ സ്യൂട്ട് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ടെസ്റ്റ് കേസസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 എന്നുള്ളത് വന്നത്. കാരണം നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് 2 ടെസ്റ്റ് ഉണ്ട്, അത് 2 റണ്ണായി. അതുകൊണ്ടാണ് 2 എന്നുള്ള കൗണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. പാസസ് എന്നുള്ളതും 2 എന്നുള്ള കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം testng.xml ഫയൽ എന്താണെന്നും അതിന്റെ യൂസസ് എന്താണെന്നും testng.xml ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.